വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് FLAT അല്ലെങ്കിൽ TOC എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ DFA കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആണ്. സോ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് DFAയിൽ തന്നെ സ്റ്റാർട്ടിംഗ് വിത്ത് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ആദ്യം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ പറയുന്നു ഇതിൽ AB ആണ് ആൽഫബറ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് VA എന്ന് പറയുമ്പോൾ ഇതേ സെയിം ക്വസ്റ്റിനെ വേണമെങ്കിൽ ലാംഗ്വേജിന്റെ ഫോമാറ്റിൽ നമുക്ക് ഇങ്ങനെയും പറയാം, BAW W എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും എന്ത് കോമ്പിനേഷൻസ് വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിൽ. സോ ഈ പറഞ്ഞ ക്വസ്റ്റിന്റെ മീനിങ് എന്താണ്? BA എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും വരാം. സോ ഫസ്റ്റ് തിങ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഇതിലെ ലാംഗ്വേജ് എന്തൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയ സ്ട്രിങ്ങിൽ വേണ്ടത് മിനിമം BA ആണ്. BA കഴിഞ്ഞ് എത്ര A വേണമെങ്കിൽ വരാം, BA കഴിഞ്ഞ് B വേണമെങ്കിൽ വരാം, അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് BA കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും വരാം എന്നുള്ളതാണ് ഇതിലെ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫിനിറ്റ് ആണ് ഇതിലെ ലാംഗ്വേജ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. സോ നമ്മൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് DFA കൺസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും എളുപ്പം ബേസിക് സ്ട്രിങ്ങിനെ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ബേസിക് സ്ട്രിങ്ങിനെ വരയ്ക്കുമ്പോൾ Q0 സ്റ്റാർട്ട് ചെയ്യുന്നു, B റീഡ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, A റീഡ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണം, കാരണം ലാംഗ്വേജിന്റെ ഒരു മെമ്പർ ആണ് BA. സോ ഇത് അക്സെപ്റ്റ് ആവണം. അതുകൊണ്ട് എന്താണ് ഈ BA Q2 എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ 2 സർക്കിൾ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് ചിന്തിക്കേണ്ടത്? നെക്സ്റ്റ് DFAയുടെ റൂൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, DFAയുടെ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഔട്ട് ഗോയിങ്ങിലേക്ക് നമുക്ക് എത്ര ആൽഫബറ്റ് ഉണ്ട്? ഇവിടെ Aയും Bയും ആണ് ആൽഫബറ്റ്. ഔട്ട് ഗോയിങ് എഡ്ജിൽ Aയും Bയും മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം എല്ലാ സ്റ്റേറ്റിലും. അതാണ് DFAയുടെ റൂൾ. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് നോക്കി, ഇവിടെ B മാത്രമേ ഔട്ട് ഗോയിങ് വന്നുള്ളൂ, A വരണം. A ഇവിടെ വരാൻ പറ്റുമോ? നമുക്ക് A വന്നാൽ നമ്മുടെ ലാംഗ്വേജ് തെറ്റിപ്പോയി, സ്റ്റാർട്ടിംഗ് വിത്ത് BA എന്നുള്ള കോൺസെപ്റ്റ് തെറ്റി. അപ്പൊ അവിടെ A വരാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും മാൻഡേറ്ററി വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കുന്നത് ഒരു പുതിയ സ്റ്റേറ്റ് Q ട്രാപ്പ് പറയും. Q ട്രാപ്പിന്റെ പ്രത്യേകത എന്താ? അത് ഒരിക്കലും ഫൈനൽ സ്റ്റേറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ നമുക്കിവിടെ ഈ കേസിൽ നമുക്കിവിടെ Aയെ ട്രാപ്പ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഇനി അപ്പോൾ Q0യിൽ Bയും Aയും ഔട്ട് ഗോയിങ്ങിൽ വന്നു. നെക്സ്റ്റ് Q1 നോക്കുക, ഇവിടെ B മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു B വരാൻ പറ്റുമോ? അതായത് B കഴിഞ്ഞ് ഒരു ബിയും കൂടെ വന്നാൽ നമ്മുടെ ലാംഗ്വേജ് തെറ്റിപ്പോയി, സ്റ്റാർട്ടിംഗ് വിത്ത് BA എന്നുള്ള കോൺസെപ്റ്റ് തെറ്റി. അപ്പൊ അവിടെ B എന്തായാലും വരാൻ പാടില്ല. സോ അതും നമ്മൾ ട്രാപ്പിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് Q1ലും Q2ലും Aയും Bയും കഴിഞ്ഞു. സോറി, Q0യിലും Q1ലും. ഇനി Q2ല് Aയും വന്നിട്ടില്ല, Bയും വന്നിട്ടില്ല. ഇവിടെ Aയും Bയും എങ്ങനെ കോമ്പിനേഷൻസ് വേണമെങ്കിലും വരാം. സോ ഏത് രീതിയിലും എങ്ങനെ കോമ്പിനേഷൻസ് വേണമെങ്കിലും വരാമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സെൽഫ് ലൂപ്പ്. അവിടെ A വേണമെങ്കിലും ആവാം, B വേണമെങ്കിലും ആവാം. B A കഴിഞ്ഞ് എന്ത് കോമ്പിനേഷൻ ഓഫ് Aയും Bയും വന്നാലും അത് ഇവിടെ അക്സെപ്റ്റ് ആകും. Q ട്രാപ്പ് നോക്കുക, Q ട്രാപ്പിലും കറസ്പോണ്ടിങ് Aയും Bയും ഔട്ട് ഗോയിങ് എഡ്ജസ് വേണം. പക്ഷെ ഒരിക്കലും ഫൈനലിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ എന്താണത്? നമുക്ക് ഇവിടെ തന്നെ അതിനെ Aയും Bയും നോട്ടേറ്റ് ചെയ്യാം. ഇതാണ് ബേസിക്കലി ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് വിത്ത് BA എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ DFA എന്ന് പറയും. അപ്പൊ DFA വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും എളുപ്പം എന്താണ്, ബേസ് സ്ട്രിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബേസ് സ്ട്രിങ്ങിനെ അങ്ങ് വരയ്ക്കുക. സെക്കൻഡ് ചെക്ക് ഫോർ ഈച്ച് സ്റ്റേറ്റ്സിനെ ചെക്ക് ചെയ്യുക ഔട്ട് ഗോയിങ് എഡ്ജസിന് വേണ്ടി. ആൻഡ് ഒരു കാര്യം കൂടി DFAയിൽ ശ്രദ്ധിക്കണം, വൺ സ്റ്റേറ്റ് ആക്ച്വലി ക്യാൻ ഹാവ് ഓൺലി വൺ കറസ്പോണ്ടിങ് ഔട്ട് ഗോയിങ് എഡ്ജ്. ഒന്നിൽ കൂടുതൽ ഔട്ട് ഗോയിങ് എഡ്ജ് ഒരു ആൽഫബറ്റിനും നമുക്ക് പാടില്ല. ഒന്നിൽ കൂടുതൽ ഔട്ട് ഗോയിങ് എഡ്ജ് ഒരു ആൽഫബറ്റിനും പറ്റില്ല. അതായത് ഇപ്പോൾ A B ഇവിടെ വന്നത് ഒരു വട്ടമേ വരാൻ പാടുള്ളൂ, ഒരു വട്ടവും കൂടി Aയോ Bയോ വീണ്ടും വരാൻ അനുവദിക്കുന്നില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ കറസ്പോണ്ടിങ് DFA ഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് BA. നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് വിത്തും കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ ആൽഫബറ്റ് തന്നിരിക്കുന്നത് 0 and 1ഉം സ്ട്രിങ്സ് വന്നിട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് 1 0 1 പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ലാംഗ്വേജ് എഴുതും. എന്താണ് ഇപ്പം ലാംഗ്വേജ്? ബേസ് സ്ട്രിങ് 101 ഉണ്ടാവണം. പിന്നെ 101 കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വരാം എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 101നെ ഡയറക്റ്റ്ലി ഒന്ന് ആദ്യം പ്ലോട്ട് ചെയ്യാം. Q0യിൽ 1, Q1 0, Q2 Q3. അപ്പോൾ 1 0 1 നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, ഓരോ സ്റ്റേറ്റിലും മിസ്സിംഗ് എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെ 0 വന്നിട്ടില്ല. ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂള് തെറ്റിപ്പോകും, നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് തെറ്റും. അതുകൊണ്ട് ഇതിന് Q ട്രാപ്പിലേക്ക് 0 വരാൻ പാടില്ല. ഇവിടെ 1, ഇവിടെ ഒരു എത്ര നമ്പർ ഓഫ് 1 വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക. ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് 1 ട്രാപ്പ് ചെയ്തു. ഇവിടെ അതുപോലെ മിസ്സിംഗ് ആയിട്ടുള്ള 0 ആണ്. Q2ൽ ഔട്ട് ഗോയിങ് ഇല്ലാത്ത 0 ആണ്, അതും അവിടെ പെർമിറ്റബിൾ അല്ല, അതുകൊണ്ട് അത് ചെയ്തു. ഇനി Q ട്രാപ്പിൽ എല്ലാത്തിനും നമുക്ക് 0 and 1 കൊടുക്കണം.
ഇവിടെ 0 ആൻഡും 1ഉം വന്നിട്ടേ ഇല്ല. സോ നമുക്ക് എത്ര വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിൽ 0 ആൻഡ് ഞാൻ ഇതിന് എല്ലാ കോമ്പണൻസും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ DFA എന്ന് പറയുന്നത് ഒരു 5 ടപ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Q, സിഗ്മ, ഡെൽറ്റ, Q0, ഫൈനൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിലപ്പോൾ DFA ഇപ്പൊ ഈ കറസ്പോണ്ടിങ് DFAയിൽ എന്തൊക്കെയുണ്ട്? Q എന്ന് പറയുന്ന ടോട്ടൽ എല്ലാ സ്റ്റേറ്റ്സും Q0, Q1, Q2, Q3, Q trap. നമ്മൾ അത് എഴുതണം. Q0, Q1, Q2, Q3, Q trap. ആൽഫബറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 0 ആൻഡ് 1 ആണ്. പിന്നെ ഡെൽറ്റയാണ് നമ്മൾ ഈ ആക്ച്വലി വരച്ച DFA എന്ന് പറയുന്നത് ഡെൽറ്റ തന്നെയാണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്. ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അത് Q3 ആണ്. സോ ഇത്രയും എഴുതുമ്പോഴാണ് നമ്മുടെ DFA കംപ്ലീറ്റ് ആകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി സ്റ്റാർട്ടിംഗ് വിത്ത് എന്നുള്ള പലതരത്തിലുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നോക്കാം. ഇപ്പൊ സപ്പോസ് ഇതിന് ഈ 0 ആൻഡ് 1 തന്നെ വേണമെന്നില്ല. സപ്പോസ് നിങ്ങളോട് പറയുന്നു 2, 3 ആണ് ആൽഫബറ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് 3, 2, 3, 3, 2, 2 എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. ലാംഗ്വേജ് ഈസ് ഓവർ ദ ആൽഫബറ്റ്സ് 2 and 3 such that strings be 3, 2, 2, W where W element of 2, 3 star. നമ്മൾ എന്ത് തന്നാലും എന്ത് ആൽഫബറ്റ് തരുന്നോ അതനുസരിച്ച് വേണം ചെയ്യാൻ. സോ ഇതിന്റെ മീനിങ് എന്താണ്? 3, 2, 2 ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 3, 2, 2 ആണ്. ഇനി 3, 2, 2 കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും വരാം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. സോ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? Q0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 3 വരുന്നു, Q1, Q2, Q3, 3, 2, 2. ഇവിടെ ഇനി നമുക്കറിയാം ട്രാപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? 2 വരാൻ പാടില്ല, ഇവിടെ 3 വരാൻ പാടില്ല, ഇവിടെയും 3 വരാൻ പാടില്ല. ഇതിൽ എല്ലാത്തിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ 2ഓ 3ഓ ഏത് കോമ്പിനേഷൻസിൽ വരാം. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഈ പറഞ്ഞതുപോലെ സെയിം വേ എല്ലാ മെമ്പേഴ്സിനെ Q, സിഗ്മ, ഡെൽറ്റ, Q0, F എന്നുള്ള എല്ലാ മെമ്പേഴ്സിനെയും മെൻഷൻ ചെയ്യണം. സോ ഇതാണ് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് സ്റ്റാർട്ടിംഗ് വിത്ത്. നെക്സ്റ്റ് നമുക്ക് എൻഡിങ് വിത്ത് എന്നുള്ളത് കൂടെ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് 0 ആൻഡ് 1 ആണ്. എൻഡിങ് വിത്ത് 0, 0 ആണ്. സോ എൻഡിങ് വിത്ത് 0, 0 എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വേറൊരു തരത്തിൽ ചോദിക്കാൻ പറ്റുന്നത്? ഓവർ ഇത് W0, 0 വേർ W എലമെന്റ് ഓഫ് 0, 1 സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് W എന്ത് വേണമെങ്കിലും ആവും, എൻഡ് ചെയ്യുന്നത് 0, 0 അപ്പോൾ ഇതിന്റെ ലാംഗ്വേജിനെ നമുക്ക് മെമ്പേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? മിനിമം 0, 0 വേണം. അതിന് മുമ്പ് 1, 0, 0 ആവാം, 0, 0, 0 ആവാം. അതായത് മുമ്പ് എന്ത് വേണമെങ്കിലും വരാം, എൻഡ് ചെയ്യുന്നത് 0 എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മൾ ഇതിൽ ബേസ് സ്ട്രിംഗ് 0, 0നെ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോവാണ്. ബേസ് സ്ട്രിങ്ങുള്ള 0, 0 അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് 0, 0 മാത്രം റീഡ് ചെയ്താലും അത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവണം. ഇനി നമ്മൾ ചിന്തിക്കും, സോ എന്താണ് ചിന്തിക്കേണ്ട? എന്താ ഓരോ സ്റ്റേറ്റിലും എന്താണ് മിസ്സിംഗ് എന്നുള്ളത് നമുക്കിനി നോക്കാം. Q0യിൽ 0 മാത്രമേ ഔട്ട് ഗോയിങ് വന്നുള്ളൂ, 1 വന്നില്ല. അപ്പോൾ 1 വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 എത്ര വേണമെങ്കിലും വരാം. സോ എന്തെങ്കിലും എത്ര തവണ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം ഒരു സെൽഫ് ലൂപ്പ് ഇടുന്നതാണ്. എത്ര തവണ 1 വന്നാലും കുഴപ്പമില്ല, എൻഡ് ചെയ്യുന്നത് 0യിലായിരിക്കും. Q0യിൽ 1ഉം 0ഉം വന്നു കഴിഞ്ഞു. സെക്കൻഡ് Q1ൽ വരുന്നു. Q1ൽ വന്നപ്പോൾ ഇവിടെ മിസ്സിംഗ് എന്താണ്? 1 ആണ് മിസ്സിംഗ്. 0 ഓൾറെഡി ഔട്ട് ഗോയിങ്ങിൽ വന്നു കഴിഞ്ഞു, 1 ആണ് മിസ്സിംഗ്. അപ്പൊ ഇവിടെ 1 എത്ര തവണ വേണമെങ്കിലും വരാവോ? 1 എത്ര തവണ വേണമെങ്കിലും വന്നാൽ നമ്മുടെ ലാംഗ്വേജ് എന്താവും? ഇവിടെ ഒത്തിരി ഒരു 1 വന്നു, 0 വന്നു, പിന്നെ ഒരു 1 വന്നു, പിന്നെ 0 റീഡ് ചെയ്ത് ഫൈനലിൽ എത്തുന്നു. സോ ഇത് നമുക്ക് പെർമിസിബിൾ ഇല്ല. എൻഡ് ചെയ്യുന്നത് നമുക്ക് 0, 0യിലായിരിക്കും. സോ ഈ പൊസിഷനിൽ ഒരു 1 വന്നാൽ പുറകെ ആക്ച്വലി എന്ത് പറ്റണം? അതായത് 1, 0 കഴിഞ്ഞ് ഒരു 1 വന്നാൽ പുറകെ 2 0 വരണം. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ 1 വന്നാൽ പുറകെ 2 0 വരണം എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതിനെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ സപ്പോസ് 0 വന്നു, പിന്നെ ഒരു 1 വന്നാൽ തന്നെ അത് ഇങ്ങോട്ട് പോകും, പിന്നെ 2 0 വന്നാലേ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ട് അത് എൻഡ് ചെയ്യുള്ളൂ. സോ ദിസ് വൺ ഈസ് ഓൾസോ ഓക്കെ. ഇനി നമുക്ക് നോക്കാം Q2ൽ, അതായത് ഫൈനൽ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് മിസ്സിംഗ്? അവിടെ 0യും വന്നിട്ടില്ല, 1ഉം വന്നിട്ടില്ല. ഇവിടെ 0 എത്ര തവണ വേണമെങ്കിലും വരാമോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. 0 എത്ര വേണമെങ്കിലും വന്നാൽ പ്രശ്നമുണ്ടോ? ഇല്ല. 0, 0 എത്ര സീറോസ് വന്നാലും എൻഡിങ് വിത്ത് 0, 0 തന്നെയാണ്, കുഴപ്പമില്ല. ഇവിടെ 1 വന്നാലോ? ഇവിടെ 1 വരുമ്പോഴും സെയിം ഇഷ്യൂ ഉണ്ട്. അതായത് എന്താണ്? സപ്പോസ് ഇവിടെ 1 വന്നാൽ 1, 0, 0 കഴിഞ്ഞ് 1 വന്നാൽ എൻഡിങ് 1 വെച്ചായി, പുറകെ 0, 0 വരണം. സോ ദാറ്റ് മീൻസ് ഇവിടെ 1 വന്നാൽ അതിനെ Q0യിലേക്ക് വിട്ട പിന്നെ 2 0 കഴിഞ്ഞിട്ട് അത് ഇവിടെ 1 വന്നാൽ 1 വരുന്ന കേസിൽ പുറകെ 0, 0 വന്നാൽ ഇത് എൻഡ് ആവുന്നു. ഇതാണ് ബേസിക്കലി എൻഡിങ് വിത്ത്. അതായത് ബാക്ക്വേർഡ് നമുക്ക് എങ്ങോട്ടേലും കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. ഇതിലും നമ്മൾ DFAയുടെ എല്ലാ മെമ്പേഴ്സിനെയും നോട്ട് ചെയ്യണം. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് Q0, Q1, Q2,
സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 and 1, ഡെൽറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതാണ് നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം. ഇനീഷ്യൽ സ്റ്റേറ്റ് വന്നിട്ട് Q0 ആണ്, ഫൈനൽ സ്റ്റേറ്റ് വന്നിട്ട് Q2 ആണ്. സോ ഇതിൽ ഡെഡ് സ്റ്റേറ്റ് നമുക്ക് വന്നില്ല. ഇനി സെയിം വേ നമുക്ക് എൻഡിങ് വിത്ത് വേറൊരു ക്വസ്റ്റൻ കൂടെ കാണും. ആൽഫബറ്റ് ഓവർ A and B ആൻഡ് എൻഡിങ് വിത്ത് BAB. സോ നമുക്ക് തരുന്ന ക്വസ്റ്റൻ ചിലപ്പോൾ ഈ മോഡലിൽ തന്നാലും ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം കേട്ടോ. ലാംഗ്വേജ് എന്തൊക്കെയാണുള്ളത്? മിനിമം ലാംഗ്വേജ് BAB ആയിരിക്കണം. BABക്ക് മുമ്പ് എന്ത് വേണേലും വരാം, എൻഡ് ചെയ്യുന്നത് BAB വെച്ചായിരിക്കണം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ഞാൻ ആദ്യം Q0 ബേസിക് സ്ട്രിങ് BABനെ ഞാൻ വരയ്ക്കുകയാണ്. Q0 Q1 A, Q2 Q3 BAB. ഇനി ഓരോന്നിലും എന്താണ് മിസ്സിംഗ് എന്ന് നോക്കാം. എൻഡിങ് ആയതുകൊണ്ട് ഇവിടെ Q0 ഇപ്പം മിസ്സിംഗ് ഉള്ളത് B വന്നു, A മാത്രമാണ്. അപ്പൊ A എത്ര വേണമെങ്കിലും വന്നാലും കുഴപ്പമില്ല. Q0 കാര്യം കഴിഞ്ഞു. ഇനി Q1 B മിസ്സിംഗ് ആണ്. ഇവിടെ B എത്ര വേണമെങ്കിലും വരാൻ പറ്റുമോ? വരാം, കുഴപ്പമില്ല. എത്ര വന്നാലും B എത്ര വന്നാലും BAB വെച്ച് തന്നെ എൻഡ് ആവുന്നുണ്ട്. സോ ഇവിടെ B നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. അപ്പൊ Q1 എല്ലാം കഴിഞ്ഞു. Q2 നമുക്ക് B ഓൾറെഡി വന്നു, A വരാമോ? A ആണ് ഇനി വരേണ്ടത്. അപ്പൊ ഇവിടെ A എത്ര വേണമെങ്കിലും വരാമോ? എത്ര വേണമെങ്കിലും വന്നാൽ ശരിയാവില്ല. കാരണം എന്താണ്? B A B എന്ന് പറയുമ്പോൾ BAB എന്ന് പറയുന്നതിലല്ല അത് എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു എയും കൂടെ അഡീഷണൽ വന്നാൽ ഈ A കഴിഞ്ഞിട്ട് വീണ്ടും ഒരു BAB വരണം. ദാറ്റ് മീൻസ് നമുക്ക് ആദ്യത്തിലേക്ക് കൊണ്ട് വിടണം. ഇപ്പോഴേ BAB പിന്നെയും വന്ന് എൻഡ് ചെയ്യുള്ളൂ. Q2 കാര്യവും കഴിഞ്ഞു. ഇനി ഇവിടെ ഓൾറെഡി BAB വന്നു കഴിഞ്ഞൊരു A വന്നാലോ? പിന്നെ BAB അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബിയും കൂടെ വന്നാൽ മതി. ഒരു ബിയും കൂടെ വന്നാൽ അക്സെപ്റ്റ് ചെയ്യാം. സോ Q3 ഇവിടെ ഒരു A വന്നാൽ എത്ര നമ്പർ ഓഫ് A വേണമെങ്കിലും നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുറകെ ഒരു B വന്നാൽ മതി. അതുകൊണ്ട് A അവിടെ ചെയ്യാം. ഇനി Bയോ? Q3 B ഔട്ട് ഗോയിങ്ങിൽ വന്നില്ല. അപ്പൊ B വന്നാൽ എന്താണ്? സോ BAB നമ്മൾ ഓൾറെഡി എടുത്തു. പിന്നെ ഒരു ബിയും കൂടെ വന്നാൽ പുറകെ AB വരണം. സോ നമുക്ക് എന്ത് ചെയ്യാം? പുറകെ AB വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പോഴേ BAB പുറകെ വരുള്ളൂ. സോ ഇതാണ് ബേസിക്കലി ഒരു എൻഡിങ് വിത്ത് എന്നുള്ള സ്ട്രക്ചറിൽ. ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ DFAയിലെ മെമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം മാൻഡേറ്ററി ആയിട്ട്. ഡെൽറ്റ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. എൻഡിങ് വിത്ത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആൽഫബറ്റ് ഓവർ AB തന്നെ എൻഡിങ് വിത്ത് ABB. ഇതൊന്ന് നോക്കാം. അപ്പോൾ എൻഡിങ് വിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ആദ്യം എഴുതി നോക്കാം. എന്ത് വേണേലും വരയ്ക്കും, ABB. ആൻഡ് മിനിമം എന്ന് പറയുന്നത് ABB ആണ്. സോ ഞാൻ ആദ്യം മിനിമം വരയ്ക്കുന്നു. Q1 നിന്ന് A, B, Q2, Q3, ABB. ഇവിടെ എൻഡിങ് വിത്ത് ആണ്. അപ്പൊ ഇവിടെ Q0 ഓൾറെഡി A ഔട്ട് ഗോയിങ്ങിൽ വന്നു. ഇനി വരേണ്ടത് B ആണ്. B ഇവിടെ എത്ര തവണ വന്നാലും നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് അത് അവിടെ കൊടുക്കും. Q0 Bയും Aയും ഓരോ തവണ എഡ്ജസിൽ വന്നു കഴിഞ്ഞു. സോ അതിന്റെ കാര്യം കഴിഞ്ഞു. Q1 A മിസ്സിംഗ് ആണ്. ഇവിടെ എത്ര നമ്പർ? ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്റ്റേറ്റിലും സെൽഫ് ലൂപ്പ് പറ്റുമോ എന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇവിടെ സെൽഫ് ലൂപ്പ് പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. Aയിൽ സെൽഫ് ലൂപ്പ് കൊടുത്തു എന്നും പറഞ്ഞ് നമ്മൾക്ക് ABBയിൽ എൻഡിങ് നടക്കും. അതുകൊണ്ട് അത് പ്രശ്നമല്ല. ഇനി അടുത്തത് AB. ഇപ്പൊ Q1 Aയും Bയും വന്നു കഴിഞ്ഞാൽ Q2 B മാത്രമേ വന്നിട്ടുള്ളൂ. A മിസ്സിംഗ് ആണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് A വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താവും? A B A B എന്നാവും. ഇപ്പൊ എൻഡിങ് എങ്ങനെയായി? AB AB എന്നായി. അപ്പൊ നമ്മുടെ എൻഡിങ് ABBയിൽ വന്നില്ല. അപ്പൊ ശരിക്കും നമുക്ക് ഈ A ഇവിടെ കൊടുക്കാൻ പാടില്ല. അപ്പൊ A വരുന്നത് എങ്ങോട്ട്? ശരിക്കും അവിടെ ഒരു A വന്നാൽ, ഇവിടെ സപ്പോസ് ഒരു A വന്നാൽ പുറകെ എന്ത് വരണം? BB വന്ന് വേണം അത് എൻഡ് ചെയ്യാൻ. ഇവിടെ ഒരു A വന്നാൽ പുറകെ BB എന്ന കേസ് വരണം. ദാറ്റ് മീൻസ് B എന്ന കേസ് വരുന്നത് Q1 അതുകൊണ്ട് നമ്മൾ A വന്നു പുറകെ BB വരണം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് A എത്ര തവണ വേണമെങ്കിലും വരാമോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? ABB AAA എന്നുള്ള കേസ് വരും. പറ്റില്ല. ABB കഴിഞ്ഞ് ഒരു A വന്നാൽ പുറകെ BB വരണം. ദാറ്റ് മീൻസ് ഇവിടെ ആണെങ്കിലും ഒരു BB പുറകെ വരണം. ഇനി ഇവിടെ B ആണെങ്കിലോ സെൽഫ് ലൂപ്പിൽ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ സെൽഫ് ലൂപ്പിൽ കൊടുത്താൽ എന്താ പ്രശ്നം? ABB B എന്ന് പറയുന്ന സ്ട്രിങ് ആക്സെപ്റ്റ് ആകും. സോ ABB കഴിഞ്ഞ് പിന്നെ ഒരു B വന്നാൽ പുറകെ വീണ്ടും ABB വന്നിരിക്കണം. അപ്പൊ ABB ഫുള്ളായിട്ടും വീണ്ടും വരണമെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും 2 ആൽഫബറ്റ്സും ഔട്ട് ഗോയിങ് എഡ്ജസ് വന്നു കഴിഞ്ഞു. ഈ ഒരു കേസാണ് എൻഡിങ് വിത്തിൽ നമുക്ക് വരുന്നത്.
ഇനി ഒരു മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബേസിക്കലി സബ്സ്ട്രിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റ്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. സെയിം വേ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ആക്ച്വലി നമുക്ക് അതായത് സബ്സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാംഗ്വേജിനെ നമുക്ക് W001W where W element of 0 1 star combinations എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിലും ചോദിക്കാം. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻഡ് എൻഡിംഗ് വിത്തിനെ പ്രിഫിക്സ് അഫിക്സ് എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അതായത് സ്റ്റാർട്ടിംഗ് വിത്തിനെ നമുക്ക് പ്രീഫിക്സ് ഓഫ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാം, എൻഡിംഗ് വിത്തിനെ സഫിക്സ് ഓഫ് എന്ന് പറഞ്ഞ് വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതിൽ മീനിങ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. നമുക്ക് ഇതിന് സബ്സ്ട്രിംഗ് ഓഫ് എന്നുള്ള കണ്ടീഷനിൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഇതിലെന്താ ശരിക്കും മീൻ ചെയ്യുന്നത്? 0 0 1 എവിടെയെങ്കിലും ഒരുമിച്ച് വന്നിട്ടുണ്ടാവണം. അതിന്റെ മുന്നിലോ അത് കഴിഞ്ഞോ എന്താണെന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. അപ്പൊ ബേസ് സ്ട്രിംഗ് എന്ന് പറയുന്നത് 0 0 1 ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ആദ്യം ബേസ് സ്ട്രിങ്ങിനെ ഒന്ന് വരയ്ക്കുകയാണ്. 0 0 1നെ 0 റീഡ് ചെയ്ത് Q1ലേക്ക്, 1 റീഡ് ചെയ്ത് Q2ലേക്ക്, 1 0 0 1 ആണ്, ഓൾറെഡി 0 0 1 Q3ലേക്ക്. സോ ഇതും അക്സെപ്റ്റ് ആവണം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? നമുക്ക് 0യ്ക്ക് മുമ്പ് ഇവിടെ ഇപ്പൊ മിസ്സിംഗ് എന്താണ്? മിസ്സിംഗ് ആയിട്ടുള്ള 1 മിസ്സിംഗ് ആണ്. Q0യിൽ നിന്ന് ഔട്ട് ഗോയിങ്ങിൽ 1 വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് 1 വന്നാലും പ്രശ്നമുണ്ടോ? ഒന്ന് എഴുതി നോക്കിയാൽ നമ്മുടെ സ്ട്രിംഗ് എന്താവുന്നു? 1 1 1 0 0 1. കുഴപ്പമില്ല, എത്ര നമ്പർ ഓഫ് വന്നാലും അതിൽ ഇത് പ്രശ്നമില്ല. അപ്പൊ എൻഡ് ചെയ്യുന്ന വേണമെങ്കിൽ 0 0 1 നോ ഇഷ്യൂസ്. Q0ന്റെ കാര്യത്തിൽ രണ്ടും കഴിഞ്ഞു. ഇനി Q1 എടുക്കുക. Q1ൽ 1 മിസ്സിംഗ് ആണ്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് 1 വേണമെങ്കിലും വരാമോ എന്ന് നോക്കുക. വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ? സപ്പോസ് നമ്മൾ ഒരു തവണ 1 കൺസിഡർ ചെയ്തു, ഇപ്പം 0 1 0 1 ആയി പോകും. സബ്സ്ട്രിംഗ് 0 0 1 വന്നു കഴിഞ്ഞു. അപ്പൊ അത് പറ്റില്ല. സോ ഇവിടെ നമുക്ക് ഈ 1നെ സെൽഫ് ലൂപ്പിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 1 ഇനി സപ്പോസ് അവിടെ 1 വന്നാലോ, 0 കഴിഞ്ഞ് 1 വന്നാൽ മാൻഡേറ്ററി ആയിട്ടും അത് 0 0 1 പിന്നെ വരണം. അപ്പൊ ഇവിടെ 1 വന്നാൽ പിന്നെ 0 0 1 വന്ന് എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം 1 വന്നിട്ട് പിന്നെ 0 0 1 വന്നോട്. Q1ൽ 0യും കഴിഞ്ഞു, 1ഉം കഴിഞ്ഞു. ഇനി Q2ൽ 1 ഓൾറെഡി ഉണ്ട്, 0 എന്ത് ചെയ്യാം? 0ന് നമുക്ക് ആദ്യം സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഇട്ട് നോക്കാം. ഇപ്പൊ ലാംഗ്വേജ് എന്താവും? 0 0 0 1. അപ്പൊ 0 0 0 1. അപ്പൊ പ്രശ്നം ഉണ്ടോ? ആക്ച്വലി നമുക്ക് അതിൽ 0 0 1 എന്നാലും വരുന്നുണ്ടല്ലോ. ഇനി എത്ര നമ്പർ ഓഫ് സീറോസ് വന്നാലും 0 0 1 അവിടെ വരുന്നുണ്ട്. സോ ഇത് നമുക്കൊരു ഇഷ്യൂ അല്ല. അതാണ് 0 എത്ര നമ്പർ ഓഫ് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇനി Q3ൽ 0യും 1ഉം മിസ്സിംഗ് ആണ്. പക്ഷെ ഇവിടെ എത്ര നമ്പർ ഓഫ് 0 വന്നാലും എത്ര നമ്പർ ഓഫ് 1 വന്നാലും നമുക്ക് പ്രശ്നമില്ല അല്ലെ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 1 അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ 0യോ 1ഓ 1ഓ 0യോ 0 0 എന്ത് വന്നാലും നമുക്ക് ഓൾറെഡി 0 0 1 വന്നു കഴിഞ്ഞു. സോ ഇവിടെ നമുക്ക് സെൽഫ് ലൂപ്പിൽ 0യോ 1ഓ എത്ര തവണ വന്നാലും പ്രശ്നമില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റേറ്റിലും എല്ലാ ആൽഫബറ്റ്സ് ഓരോ തവണ വന്നു കഴിഞ്ഞു, ഇതിൽ കൂടുതൽ വന്നതുമില്ല. സോ ഇതാണ് നമ്മൾ ബേസിക് TF എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളൂടെ എന്നാ നോക്കാം. സപ്പോസ് ആൽഫബറ്റ് ഓവർ A and B and substring must be ABA വരുന്ന കേസ്. നമ്മുടെ ലാംഗ്വേജ് ശരിക്കും എന്താണ്? എന്ത് വേണേലും ആദ്യം വരാം, ABA എവിടെയെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ ആദ്യം എന്ത് വേണേലും വരാം, ABA വെച്ച് എൻഡ് ചെയ്യണം. അല്ലെങ്കിലോ വേറൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ABA വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് എന്ത് വേണമെങ്കിലും ബാക്കിൽ വന്നോട്ടെ. ഈ കേസും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. സോ ഇതിലെ ബേസ് സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താ? ABA. ഇതുകൊണ്ട് ഞാൻ ആദ്യം ABA ഒന്ന് വരയ്ക്കുന്നു. A B A. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പോവാ. ഇവിടെ മിസ്സിംഗ് ആയിട്ട് ഇവിടെ എന്ത് വേണമെങ്കിലും വരാമെന്ന് കരുതി ഇവിടെ വീണ്ടും എയും ബിയെയും കൊടുക്കരുത്. കാരണം ഓൾറെഡി എ ഇവിടെ വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് മിസ്സിംഗ് വാല്യൂ മാത്രം കൊടുത്താൽ മതി. അപ്പൊ അത് ബി ആണ്. ബി ഇവിടെ എത്ര തവണ വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ബി സെൽഫ് ലൂപ്പിൽ കൊടുക്കാം. Q0ൽ എയും ബിയും ഓരോ തവണ വന്നു കഴിഞ്ഞു. ഇനി Q1 എടുക്കും. Q1ൽ മിസ്സിംഗ് വാല്യൂ എന്താണ്? എ ആണ്. ഇവിടെ എ എത്ര തവണ വേണമെങ്കിലും വരാമോ എന്ന് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. പ്രശ്നം ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ എ ബി എ ഇല്ല. ഇനി 2 തവണ എ വന്നാലോ എ ബി എ എന്നാലും എ ബി എ അവിടെ ഉണ്ട്. അതുകൊണ്ട് അതും നമുക്ക് പ്രശ്നമാണ്. ഇനി സെക്കൻഡ് Q2 എടുക്കുന്നു. Q2ൽ എ ഓൾറെഡി വന്നു. ഇനി വരാനുള്ളത് ബി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം സെൽഫ് ലൂപ്പ് കൊടുത്ത് നോക്കാം. അപ്പൊ എ ബി ബി എ അപ്പൊ വന്നത് എ ബി ബി എ എന്നാണ്. അപ്പൊ അത് പറ്റില്ല. അത് എ ബി എ എന്നുള്ള നമ്മുടെ റൂളിനെ വയലേറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നമുക്ക് ബി എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് നോക്കണം. അപ്പൊ നമ്മുടെ റൂൾ എന്താകും? എ ബി കഴിഞ്ഞൊരു ബി വന്നാൽ പിന്നെ എന്ത് വരണം? ശരിക്കും നമുക്ക് വീണ്ടും എ ബി എ തന്നെ വരണം. എന്നാലേ ഈ സബ്സ്ട്രിംഗ് വരുള്ളൂ. നമുക്ക് ആദ്യം മുതൽ വീണ്ടും വരണം. ദാറ്റ് മീൻസ് ബി വന്നാൽ വീണ്ടും എ ബി എ വന്നേ മതിയാകും. ഇനി Q3ലെ എയും
എ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. സോ എയും ബിയും എത്ര തവണ വേണമെങ്കിൽ വരാം. ഇങ്ങനെയാണ് ബേസിക്കലി സബ്സ്ട്രിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ കണ്ടു. കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം. ഇനി വേറെ കുറച്ച് കാറ്റഗറീസ് കൂടെ ഉണ്ട്. ഇനി കാറ്റഗറീസിൽ ഒന്നും വരാത്ത ക്വസ്റ്റ്യൻസും വരാം. ബട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു എന്നുള്ള ആദ്യത്തെ 3 നമ്മൾ കണ്ടു. നെക്സ്റ്റ് വീഡിയോസിൽ അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം. താങ്ക് യു. എല്ലാവരും ടെക് ട്യൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ.